നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓള് നോക്കിക്കോ, ഈശ്വരൻ എന്ന് പറയുന്നത് സത്യമുള്ളതാണെങ്കിൽ എന്റെ മോനെ ചതിച്ചവര് അനുഭവിക്കും. എന്റെ മുന്നിൽ കിടന്ന് തന്നെ അനുഭവിക്കും. ആന്റി ഭാവനയെ ഉദ്ദേശിച്ചാ പറയുന്നത്. പക്ഷേ അത് എന്നെയാണ് വേദനിപ്പിക്കുന്നതെന്ന് ആന്റിക്ക് അറിയില്ലല്ലോ. സേതു, അമ്മ അറിഞ്ഞോ? സൂര്യ കോടതി വെറുതെ വിട്ടു. ഈശ്വര, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടു. മോനെ, നീ കോടതി പോയോ? ഇല്ലമ്മേ, ഭാവനയെ വിളിച്ചു പറഞ്ഞത്. ഞാനിപ്പോ വർക്ക് സൈറ്റിലുള്ളത്. ജോലിക്കാര് കുറവമ്മേ, അതാ ഞാൻ കോടതി പോയായിരുന്നത്. എന്തായാലും സൂര്യ പുറത്തിറങ്ങിയല്ലോ. അതെ മോനെ, സൂര്യ കുഞ്ഞിനെ മനഃപൂർവ്വം ചതിക്കാൻ നോക്കിയതാ. എന്തായാലും ദൈവം നമ്മളെ കാത്തു. എന്നാലും കാശ് എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് അറിയത്തില്ലല്ലോ അമ്മേ. അതിനും പരിഹാരം ഉണ്ടാവും ചെയ്തു. നീ നോക്കിക്കോ, അമ്മയാ പറയുന്നത്. പോയതുപോലെ ആ കാശ് തിരികെ വരും. അമ്മയുടെ നാവ് പൊന്നായിരിക്കട്ടെ. എന്നാ ശരി അമ്മേ. അമ്മ മായോടൊന്ന് പറഞ്ഞേരെ. ആ മോനെ, പറയാം. ശരി. മായേ, മായേ, അമ്മേ, ഇങ്ങ് വാ. എന്താ അമ്മേ? സൂര്യെ കോടതി വെറുതെ വിട്ടൂന്ന്. ഈശ്വര, ആ മോന്റെ മനസ്സുപോലെ തന്നെ സംഭവിച്ചു. അതെ അമ്മേ, ഇതാരോ മനഃപൂർവ്വം ചതിക്കാൻ നോക്കിയതാ. ഇപ്പോഴും ആ കാശ് ഇതുവരെ തിരികെ കിട്ടിയിട്ടില്ല. അതും അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുപോയതായിരിക്കും അമ്മേ. ആരായാലും മനസ്സ് മാറി തിരികെ കൊടുത്താൽ മതിയായിരുന്നു. ഇതൊക്കെ ഓൺലൈൻ തട്ടിപ്പ് സംഘം ചെയ്ത പണിയായിരിക്കും അമ്മേ. നമ്മൾ ഡെയിലി കാണുന്നില്ലേ ഓരോ വാർത്തകൾ? അതെ അമ്മേ, വരുന്ന വാർത്തകൾ നമ്മളിങ്ങനെ നോക്കി അങ്ങ് കളയും. ഇതുപോലെ സ്വന്തം അനുഭവങ്ങൾ വരുമ്പോഴാ നമ്മൾ ചിന്തിക്കുന്നത്. അമ്മേ, ഭാവനയെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഇപ്പൊ വേണ്ടമായി, അവള് വിളിക്കട്ടെ. ഇപ്പൊ അവള് കോടതി തന്നെയായിരിക്കും നിൽക്കുന്നത്. ലോക്കപ്പിൽ കിടക്കണമെന്ന് സൂര്യയുടെ ജാതകത്തിലുണ്ടാവും. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സൂര്യയുടെയും ഭാവനയുടെയും സമയമൊന്ന് ഏതെങ്കിലും ജോത്സ്യനെ കൊണ്ടൊന്ന് നോക്കണം. ഇപ്പൊ ശനിദശയാന്നാ തോന്നേ. അതിലൊന്നും ഒരു കാര്യമില്ലമ്മേ. ഇനി ജോത്സ്യം പറയുന്നതോട് കേട്ട് കുറെ കാശ് പാഴാക്കി കളയാം, അത്ര തന്നെ. അങ്ങനെ പറയല്ലേ ബാനു. ചെയ്യേണ്ട കടമകൾ നമ്മൾ ചെയ്യണം. അതൊരു വിശ്വാസം മാത്രമാണെന്ന് കരുതരുത്. ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ അങ്ങനെ തന്നെ. ഭാനു, സൂര്യക്കൊക്കെ ഒരേ സ്വഭാവമായേ. ദൈവം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അതൊന്നും മനഃപൂർവ്വം അല്ല അമ്മേ. ചിലരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ കാണുമ്പോൾ ദൈവം ഇതൊന്നും കാണുന്നില്ലെന്ന് തോന്നും. അതുകൊണ്ടാ. എല്ലായിടത്തും ദൈവ സാന്നിധ്യമുണ്ട് ഭാനു. ഓരോരുത്തരുടെ പ്രവൃത്തികൾ പോലിരിക്കും അനുഭവം. അതിനുള്ള ഉദാഹരണം തന്നെ നീയല്ലേ ഭാനു. ഓരോരുത്തരെയും അങ്ങ് അറ്റം വരെ കൊണ്ടുപോയി പരീക്ഷിക്കും. പിന്നീടേ അതിന്ന് മുക്തി കൊടുക്കൂ. അതിനുദാഹരണം തന്നെ നീയല്ലേ ഭാനു. ആ ധ്രുവന്റെ കേസിൽ നിനക്ക് ജീവിതം തന്നെ കൈവിട്ടു പോയതല്ലേ? അവസാനം എന്ത് സംഭവിച്ചു? അതെ മായച്ചി പറഞ്ഞപ്പോഴാണ് ഞാനും ചിന്തിച്ചത്. സത്യം പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ അവസ്ഥ എന്തായിരുന്നേനെ? ഇവിടെയും എന്റെ ഭാവനയുടെ ഒറ്റ മിടുക്കും കഴിവും കൊണ്ടാ സത്യം പുറത്തു വന്നത്. അതുമാത്രമല്ല, ഒരു നിഴല് പോലെ അവളുടെ ഒപ്പം നിന്ന സൂര്യമോനും അവളുടെ ഒരു ബലമായിരുന്നു. നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലം അഭാനോ ഈ നടന്നിരിക്കുന്നത്.
ആന്റി ദേ അവരെത്തി. മോനെ, മോനെ, നിന്നെ അവര് ഉപദ്രവിച്ചോ? ഇല്ലമ്മേ, 2 ദിവസം ലോക്കപ്പിൽ കിടക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവണം. ഇതാ സുജിത് മേനോൻ മനഃപൂർവ്വം തന്നെ ചെയ്തതാ മോനെ. 2 പറയുന്ന വെച്ച് ഞാൻ ഫോൺ ചെയ്തതാ. അയാള് ഫോൺ എടുത്തില്ല. പോട്ടെ അമ്മേ, ഓരോരുത്തരെ നോക്കി വെച്ചിരുന്നാ മതി. എന്നെങ്കിലും നമ്മുടെ സഹായം വേണ്ടി വരും. നീയല്ലേ സുജിത് മേനോനെ കുറിച്ച് നല്ല അഭിപ്രായം എന്നോട് പറഞ്ഞേ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം ആന്റി. ഇല്ലെങ്കിൽ അയാൾ സൂര്യോട് ഇങ്ങനെ ചെയ്യൂ? ഇതുപോലുള്ളവരെ ഒപ്പം കൂട്ടാതിരിക്കുന്നതാ നല്ലത്. ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുൻപേ ഇതാണ് അവസ്ഥയെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അയാളുടെ കാശ് എപ്പോ കൊടുക്കണമെന്നാ പറയുന്നത്? കോടതി 2 ആഴ്ച സമയം തന്നേക്കാം, അതിനുള്ളിൽ കൊടുത്താൽ മതി. അത്രയൊന്നും താമസിക്കേണ്ട സൂര്യ. ഈ ആഴ്ച തന്നെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തേക്ക്. ഇതോടെ അയാളുടെ കെയർ ഓഫിലുള്ളവരെ എല്ലാം ഒഴിവാക്കിയേക്ക്. ഒരാളുടെയും പാർട്ട്ണർഷിപ്പ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റോ അത് മാത്രം ചെയ്താൽ മതി.